നമസ്കാരം. ഹലോ ഡോക്ടറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ക്യാൻസർ പലവിധമുണ്ട്. അതിൽ വായിലെ ക്യാൻസറിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ഓറൽ ക്യാൻസറിന്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ചികിത്സാ മാർഗങ്ങൾ ഇവയെക്കുറിച്ചുള്ള സംശയങ്ങൾ ഡോക്ടറോട് ചോദിക്കാം. നമുക്കൊപ്പം ചേരുന്നത് തിരുവനന്തപുരം പേരൂർക്കട ഡിസ്ട്രിക്ട് മോഡൽ ഹോസ്പിറ്റലിലെ ഡെന്റൽ സർജൻ ഡോക്ടർ സി വേണുഗോപാലാണ്. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ, ഓറൽ ക്യാൻസർ ഇപ്പോൾ കൂടി വരുന്ന സാഹചര്യമുണ്ടോ? വയലറ്റ് ക്യാൻസർ പണ്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം പല വിധത്തിലുള്ള പുകയിലയുടെ ഉപയോഗം, പ്രത്യേകിച്ചും ഈ പാൻ മസാല അതുപോലെയുള്ള നമ്മൾ ചവയ്ക്കുന്ന പുകയില. നമ്മൾ സിഗരറ്റ് വലിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല, പലവിധത്തിലുള്ള ച്യൂവബിൾ ടൊബാക്കോയുടെ ഉപയോഗം കൂടി വരികയാണ്. അപ്പോൾ അത് നമുക്കറിയാം, അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരുപാട് കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവർ കൊണ്ടുവരുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ദുശ്ശീലങ്ങൾ കാരണം വയലറ്റ് ക്യാൻസർ കൂടുതൽ കുട്ടികളിലും ചെറുപ്പക്കാരിലേക്ക് വന്നു തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. പണ്ട് വളരെ വയസ്സായ പ്രായമായ ആൾക്കാരിലായിരുന്നു കണ്ടു തുടങ്ങിയെങ്കിൽ ഇന്ന് ചെറുപ്പക്കാരിൽ വരെ ക്യാൻസറിന് മുന്നോടിയായിട്ടുള്ള പല വിധത്തിലുള്ള അസുഖങ്ങൾ കാണുന്നു. അത് ക്യാൻസറിലേക്ക് നയിക്കുന്നു. അപ്പോൾ ക്യാൻസർ തീർച്ചയായിട്ടും അങ്ങനെ നോക്കുകയാണെങ്കിൽ കൂടി വരുന്നു എന്ന് നമുക്ക് പറയാം. വയലറ്റ് ക്യാൻസർ ഇന്ത്യയിൽ പുരുഷന്മാരെ ബാധിക്കുന്ന ക്യാൻസറുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാൻസറാണ് വയലറ്റ് ക്യാൻസർ. സ്ത്രീകളിലത് 4ാമതായി കണ്ടുവരുന്നു. അപ്പോൾ ഈ ദുശ്ശീലങ്ങളാണ് ഇതിന് പ്രധാന കാരണം. നമുക്കത് ഒഴിവാക്കാൻ കഴിയുന്ന ഒരു ക്യാൻസറാണ്. പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിലും വലിയൊരു ശതമാനം, ഒരു 90% വരെ നമുക്ക് തടയാൻ കഴിയുന്ന ഒരു ക്യാൻസറാണ് വയലറ്റ് ക്യാൻസർ. അപ്പോൾ അത് പലപ്പോഴും ഇങ്ങനെ കൂടി വരേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. ഡോക്ടർ, വായിലെ ക്യാൻസർ വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? പുകവലി എത്രത്തോളം ഇതിനൊരു കാരണമാവുന്നുണ്ട്? പുകവലി ശരീരത്തിൻ്റെ പുകയില എന്ന് പറയുന്നത് അങ്ങേയറ്റം വിഷവസ്തുക്കൾ അടങ്ങിയ ഒരു കോക്ടെയിലാണ്. വിഷവസ്തുക്കളുടെ ഒരു മിശ്രിതമാണ് ഈ പുകയില എന്ന് പറയുന്നത്. അപ്പോൾ അത് പുകവലിക്കുന്നതുകൊണ്ട് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും ലങ്സിൽ ക്യാൻസർ വരാം, വായിൽ ക്യാൻസർ വരാം, തൊണ്ടയിൽ ക്യാൻസർ വരാം, ബ്ലാഡറിൽ ക്യാൻസർ വരാം, ലിവർ ക്യാൻസർ, പാൻക്രിയാസ് ക്യാൻസർ. ഈ പുക പോകുന്ന സ്ഥലത്തൊന്നുമല്ല പാൻക്രിയാസ് ഇരിക്കുന്നത്, മാറിയാണ്. പക്ഷേ അവിടെ വരെ ക്യാൻസർ വരാം. അപ്പോൾ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും പുകവലി കൊണ്ട് ക്യാൻസർ വരാം. അതുപോലെ തന്നെ ച്യൂവബിൾ ടൊബാക്കോ, അതായത് ചവച്ചരയ്ക്കുന്ന, നമ്മൾ വെറ്റില മുറുക്ക് എന്ന് പറയുന്ന ആ ദുശ്ശീലം, അത് വളരെ അധികം വായിലെ ക്യാൻസറിന് കാരണമാക്കുന്നു. അപ്പോൾ പുകയില ഒരു അങ്ങേയറ്റം ഒരു വിഷവസ്തുവാണ്. അത് ശരീരത്തിൻ്റെ ഏതൊരു ഭാഗത്ത് വേണമെങ്കിലും ക്യാൻസർ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ഡോക്ടർ, ഓറൽ ക്യാൻസർ നമുക്ക് എങ്ങനെ തടയാൻ സാധിക്കും? എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്? വയലറ്റ് ക്യാൻസർ ഞാൻ നേരത്തെ പറഞ്ഞു. വയലറ്റ് ക്യാൻസർ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു മാൻ മെയ്ഡ് ക്യാൻസർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പല ക്യാൻസറും, ചിലപ്പോൾ ബ്ലഡ് ക്യാൻസർ, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ പല ഭാഗത്തും ക്യാൻസർ വരാം. നമുക്ക് എല്ലാ ക്യാൻസറിനും കാരണം എന്താണെന്ന് വ്യക്തമായി നമുക്ക് അറിയില്ല. പക്ഷേ വയലറ്റ് ക്യാൻസർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 90% നമുക്ക് തടയാൻ കഴിയുന്ന കാരണങ്ങൾ കൊണ്ടുവരുന്ന ക്യാൻസറാണ്. ഈ ദുശ്ശീലങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് മാത്രം മതി. ഞാൻ പറഞ്ഞ പോലെ പുകവലി, അതുപോലെ വെറ്റില മുറുക്ക്, അതായത് പുകയില ചവച്ചരച്ച് കഴിക്കുക, അതോടൊപ്പം തന്നെ മദ്യപാനം, ഇതെല്ലാം കൂടെയാണ് വയലറ്റ് ക്യാൻസർ ഉണ്ടാകുന്നതിനുള്ള ഒരു പ്രധാന കാരണം. അതോടൊപ്പം ചില വൈറസുകളും, ഇപ്പം ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, HPV വൈറസുകൾ പല പല സ്ട്രെയിൻസ് ഉണ്ട്. അതിൽ 1-2 സ്ട്രെയിൻസ്, 16, 18 അങ്ങനെയുള്ള 1-2 സ്ട്രെയിൻസ് വയലറ്റ് ക്യാൻസറിന് കാരണമാകും. ഇപ്പോൾ ആ വൈറസിനെതിരെ ഇപ്പോൾ വാക്സിൻ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള പ്രതിരോധ നടപടികൾ നമ്മൾ സ്വീകരിക്കുന്ന വഴി വലിയൊരു ഭാഗം വരെ നമുക്ക് ക്യാൻസർ ഒഴിവാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വായിലെ അറ്റം കൂർത്ത പല്ലിൻ്റെ കൂർത്ത അറ്റം തട്ടി കവിളോ നാക്കോ മുറിഞ്ഞ്, ഒരു വളരെ ആക്സിഡൻ്റലായി ഉണ്ടാകുന്ന മുറിവുകളല്ല, സ്ഥിരമായി ഒരേ സ്ഥലം തന്നെ ഇങ്ങനെ മുറിഞ്ഞത് അതൊരു വ്രണമായി മാറുകയാണെങ്കിൽ ആ വ്രണം കാലക്രമേണ ക്യാൻസറായി മാറുന്നതിന് സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞ പോലെ 98% ഈ വയലറ്റ് ക്യാൻസർ നമുക്ക് തടയാൻ കഴിയുന്ന ക്യാൻസറാണ്. അത് വയലറ്റ് ക്യാൻസർ കൊണ്ട് ഇത്രയും പേര് കഷ്ടപ്പെടേണ്ട ഒരു കാരണമില്ല. നമ്മളെടുത്തു കഴിഞ്ഞാൽ ഈ ലോകം ആകമാനമുള്ള ക്യാൻസർ രോഗി, വയലറ്റ് ക്യാൻസർ രോഗികളുടെ 1/3 ഇന്ത്യയിലാണെന്ന് കാണാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് വളരെയധികം വലിയൊരു ജോലി നഷ്ടം ഉണ്ടാക്കുന്നു, ആൾക്കാരുടെ പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിന് കാരണമാകുന്നു. അതിനെല്ലാം ഉപരിയായിട്ട് വളരെ ഒരു സാമ്പത്തിക നഷ്ടം. ഇതിനെ ചികിത്സിക്കണമല്ലോ, ചികിത്സിക്കുന്ന ഗവൺമെൻറ് ആയിരിക്കാം അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിരിക്കാം, പക്ഷേ ചികിത്സിക്കുന്നതിനുള്ള സാമ്പത്തികമായിട്ടുള്ള നഷ്ടം ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്ന ഒരു കാരണമാണ്. അങ്ങനെ നമ്മൾ വയലറ്റ് ക്യാൻസർ നമുക്ക് ശരിക്കുള്ള അവയർനെസ് കൊടുക്കുകയാണെങ്കിൽ വലിയൊരു ഭാഗം വരെ നമുക്ക് തടയാൻ കഴിയും. ഡോക്ടർ, ഇതുമായി ബന്ധപ്പെട്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ ബോധവൽക്കരണം എത്രത്തോളം ഫലപ്രദമാണ്? ഞാൻ പറഞ്ഞല്ലോ, ഈ വയലെ ക്യാൻസറിനുള്ള കാരണങ്ങൾ നമുക്ക് തടയുന്ന വഴി വലിയൊരു ഭാഗം വരെ ക്യാൻസർ നമുക്ക് തടയാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിന് പലതരത്തിലുള്ള ബോധവൽക്കരണ അവബോധ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായും ആശുപത്രികളും അതുമായിട്ട് ബന്ധപ്പെട്ട് ക്യാമ്പുകൾ നടത്തുന്നുണ്ട്, ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. ഈ ക്യാമ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു അവയർനെസ് പ്രോഗ്രാം, നമുക്ക് അതിൻ്റെ ചിത്രങ്ങളും മറ്റുമൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു അവബോധ പ്രവർത്തനവും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റ് സംഘടനകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് IDA, ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ, അവരുടെ ഒരു വളരെ
പ്രശസ്തമായ ഒരു പ്രോഗ്രാമായിരുന്നു പ്രോജക്റ്റ് ഷീൽഡ് എന്ന് പറഞ്ഞിട്ട്. അതായത് ക്യാൻസർ മന്ത്, ഒരു മാസം ക്യാൻസറായി കഴിഞ്ഞ ജനുവരി 7 മുതൽ ഫെബ്രുവരി 7 വരെ വായിലെ ക്യാൻസർ അവയർനെസ് മന്തായിട്ട് അവർ പ്രഖ്യാപിക്കുകയും അതിനെപ്പറ്റി ഒരുപാട് അവബോധ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ ഈ നിങ്ങൾ നടത്തുന്ന പോലെയുള്ള ഈ TV പ്രോഗ്രാം അത് തീർച്ചയായിട്ടും നല്ലൊരു അവബോധ പ്രവർത്തനം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വഴി ഇതിനെപ്പറ്റിയുള്ള ഒരു അവയർനെസ് നമുക്ക് കൊടുക്കാൻ കഴിയും. ഈ ദുശീലങ്ങളിൽ നിന്ന്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ചൂവബിൾ ടൊബാക്കോ, വെറ്റില മുറുക്ക്, മദ്യപാനം, പുകവലി, ഇതിൻ്റെയൊക്കെ ഇങ്ങനെയുള്ള ദുശീലങ്ങളിൽ നിന്ന് ആൾക്കാർ വിട്ടു നിൽക്കുകയാണെങ്കിൽ, ഇനി അഥവാ വിട്ടു നിൽക്കാൻ കഴിയുന്നില്ല, ഈ ദുശീലങ്ങളുള്ളവരാണെങ്കിൽ അവരൊരു 6 മാസത്തിൽ ഒരിക്കൽ ഒരു പല്ല് ഡോക്ടറെ കാണിച്ച് ഒരു ചെക്കപ്പ് നടത്തുകയാണെങ്കിൽ നമുക്ക് വലിയൊരു പരിധിവരെ നമുക്കത് തടയാനും അല്ലെങ്കിൽ തുടക്കത്തിലേ തന്നെ വളരെ നേരത്തെ തന്നെ ഇത് കണ്ടെത്താനും കഴിയും. ഡോക്ടർ, ഓറൽ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെ ഇത് നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കാൻ സാധിക്കും? വായിലെ ക്യാൻസറിൻ്റെ ഒരു പ്രധാന പലപ്പോഴും താമസിച്ച് കണ്ടെത്തുന്നതിനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ഇതിനെ വേദന കാണില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, പല്ല് വേദന ആയിക്കഴിഞ്ഞാൽ വളരെ അസഹനീയമായ വേദനയായിരിക്കും. ഒരു രാത്രി പോലും നമുക്കത് താങ്ങാൻ കഴിയില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ ഒരു ഡോക്ടറെ കാണാനായിട്ട് ആൾക്കാർ ഓടിപ്പോകും. പക്ഷേ വായിലെ ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ അതിന് വലിയൊരു വേദന കാണണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് ചികിത്സിക്കുന്നതിന് അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണിച്ച് ഇത് ഡയഗ്നോസ് ചെയ്യുന്നതിന്, ഈ രോഗനിർണയം നടത്തുന്നതിന് ഒരു കാലതാമസം വരുന്നു. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ദോഷവശം എന്ന് പറയുന്നത്. തുടക്കത്തിൽ വായിലെ ക്യാൻസറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ വായിൽ ക്യാൻസർ അങ്ങനെ വരാറില്ല. ക്യാൻസറിന് മുന്നോടിയായിട്ടുള്ള പലവിധത്തിലുള്ള അസുഖങ്ങൾ വായിൽ കാണാം. അതിലൊന്ന് വെള്ളപ്പാടകൾ, വായിലുണ്ടാകുന്ന വെള്ളപ്പാടകളാണ്. നമുക്ക് ഇളക്കി മാറ്റാൻ കഴിയാത്ത വെള്ളപ്പാടകൾ, അത് നമ്മൾ ലൂക്കോപ്ലാക്കിയ എന്ന് പറയും. ഇങ്ങനെയുള്ള വെള്ളപ്പാട വായിൽ കണ്ടു എന്ന് പറഞ്ഞിട്ട് അത് ക്യാൻസർ ആവണമെന്നില്ല, ക്യാൻസറായി മാറാൻ സാധ്യത ഉണ്ടെന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ചില ഇനം വെള്ളപ്പാടകൾ അത് കുറേ നാൾ കഴിയുമ്പോൾ ക്യാൻസറായി മാറുന്നതിന് സാധ്യതയുള്ളതാണ്. അങ്ങനെ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. പൊട്ടൻഷ്യലി മാലിഗ്നൻ്റ് ലീഷൻ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ക്യാൻസറായി മാറുന്നതിന് സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള വെള്ളപ്പാടകൾ, അതുപോലെ തന്നെ ചുവന്ന പാടകൾ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ വായിൽ മാറാൻ നിൽക്കുന്ന ഒരു വ്രണം. ഇപ്പോൾ വായിൽ പലതരത്തിലുള്ള അൾസേഴ്സ് അല്ലെങ്കിൽ വ്രണങ്ങൾ വരാറുണ്ട്. വായ്പുണ്ണ് വരാറുണ്ട്. വായ്പുണ്ണൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 10 ദിവസം കഴിയുമ്പോൾ താനെ അങ്ങ് മാറിപ്പോവും. അങ്ങനെയുള്ളതല്ലാതെ ഒരേ സ്ഥലത്ത് തന്നെ മാറാതെ നിൽക്കുന്ന ഒരു വ്രണം, ഒരു 2 ആഴ്ചയായിട്ടും സാധാരണ മരുന്നുകളൊന്നും കൊടുത്തിട്ടും അത് മാറുന്നില്ല, അങ്ങനെ 2 ആഴ്ചയായിട്ടും അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അത് ക്യാൻസറാണ് എന്നല്ല, അത് ക്യാൻസറായി മാറാൻ ഒരുപക്ഷെ സാധ്യതയുള്ള ഒരു വ്രണമായിരിക്കും. അത് നമ്മൾ ഒരു വൈദ്യസഹായം, ഒരു ഡോക്ടറെ കാണിച്ച്, വിദഗ്ധനായ ഒരു ഡോക്ടറെ കാണിച്ച് നമ്മൾ പരിശോധിച്ചിരിക്കണം. അപ്പോൾ ഇങ്ങനെ മാറാതെ നിൽക്കുന്ന വ്രണം, അതോടൊപ്പം തന്നെ ഈ മുറുക്കുന്നവരിൽ, പ്രത്യേകിച്ചും ഈ അടയ്ക്ക ഉപയോഗിക്കുന്നവരിൽ വായ്ക്കകത്തുണ്ടാകുന്ന ഒരു അസുഖമാണ് സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്ന് പറയുന്ന അസുഖം. സബ്മ്യൂക്കസ് ഫൈബ്രോസിസ്, അതായത് വായ തുറക്കുന്നതിനൊരു പിടുത്തം ഉണ്ടാകുക, കവിളിൽ അസഹനീയമായ എരിച്ചിൽ വരിക, മുളക് കഴിക്കുന്നതിന് ബുദ്ധിമുട്ട് നേരിടുക, ഇതൊക്കെ ഈ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്ന് പറയുന്ന അസുഖത്തിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ ഈ അസുഖം, സബ്മ്യൂക്കസ് ഫൈബ്രോസിൽ ഒരു ചെറിയ ശതമാനം അത് ക്യാൻസറായി മാറുന്നതിന് വളരെയധികം സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ദുശീലങ്ങളുള്ളവർ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ, വായിലുണ്ടാകുന്ന പാടകൾ, മാറാൻ നിൽക്കുന്ന വ്രണം, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു വൈദ്യസഹായം, ഒരു ഡോക്ടറെ ഒന്ന് കാണിക്കണം. അതോടൊപ്പം തന്നെ വായിലെ ക്യാൻസർ പലപ്പോഴും നമുക്ക് സ്വയം പരിശോധിക്കാവുന്നേ ഉള്ളൂ. കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് വായ തുറന്ന് എല്ലാ ഭാഗവും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ഭാഗം വരെ നമുക്ക് ഇത് കണ്ടെത്താൻ കഴിയും. പ്രത്യേകിച്ച് നാക്കിൻ്റെ അടിയിൽ, നമ്മൾ ഫ്ലോർ ഓഫ് ദ മൗത്ത് എന്ന് പറയുന്ന ഈ ഭാഗം, നാക്ക് അണ്ണാക്കിലേക്ക് പൊന്തിച്ച് ആ ഭാഗം കൂടെ പരിശോധിക്കുകയാണെങ്കിൽ, കവിളുകൾ, നാക്ക്, ഇതൊക്കെ പരിശോധിച്ചാൽ വലിയൊരു പരിധി വരെ നമുക്കത് തുടക്കത്തിൽ തന്നെ ഇങ്ങനെയുള്ള പാടകളോ മാറാൻ നിൽക്കുന്ന വ്രണമോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടെത്താൻ കഴിയും. തുടക്കത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ വേദന കാണണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള പാടകളോ മറ്റോ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതൊന്ന് ക്യാൻസറാണ് എന്നല്ല. തീർച്ചയായും നമ്മൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള അസുഖങ്ങൾ കാണുകയാണെങ്കിൽ ഒരു ഡോക്ടറെ കാണിച്ച് പരിശോധിച്ചിരിക്കണം. അങ്ങനെ നമുക്ക് പറയാൻ പറ്റൂ. ഡോക്ടർ, വായയുടെ ഏതെല്ലാം ഭാഗങ്ങളിൽ അർബുദം ബാധിക്കാം? പ്രത്യേകിച്ച് പല്ലിനെയും മോണയെയും ബാധിക്കുന്ന ക്യാൻസറിനെ കുറിച്ച് ഒന്ന് വ്യക്തമാക്കാമോ? ഇപ്പോൾ പല്ലിൻ്റെ പുറത്ത് ക്യാൻസർ വരാറില്ല, പക്ഷേ പല്ലൊഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ക്യാൻസർ വരാം. മോണയിൽ വരാം, നാക്കിൽ വരാം, കവിളിൽ വരാം. കവിളിലാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. കവിളിൽ, അതുപോലെ തന്നെ നാക്കിൽ വരാം. പ്രത്യേകിച്ച് നാക്കിൻ്റെ ഈ പാർശ്വഭാഗങ്ങളിൽ, അവിടെയാണ് ക്യാൻസർ കൂടുതലായിട്ട് വരുന്നത്. ചുണ്ടിൻ്റെ ഉള്ളിൽ വരാം. അങ്ങനെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ക്യാൻസർ വരാം. ഇത് നമ്മൾ ഈ മുറുക്കുന്ന ശീലമുള്ളവരിൽ ആ മുറുക്കുന്ന രീതി, മുറുക്കുന്ന ഹാബിറ്റിൻ്റെ രീതിയുമായിട്ട് ഇത് ബന്ധപ്പെട്ടിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ പുകയിലേക്ക് ചവച്ചരച്ച് ഈ കവിളിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ വെച്ച് ഇരിക്കുന്നവരാണെങ്കിൽ അവർക്ക് കവിള് വരുന്നതിന് സാധ്യത കൂടുതലാണ്. നാക്കിൽ അതുപോലെ വരാം. ചിലർ നമുക്ക്, പ്രത്യേകിച്ച് അന്യസംസ്ഥാന തൊഴിലാളികൾ, ഇതെല്ലാം കൂടെ മുറുക്കി ഈ പുകയില പൊടിയും ചുണ്ണാമ്പും എല്ലാം കൂടെ ഇങ്ങനെ നന്നായിട്ട് അമർത്തി പ്രസ് ചെയ്ത്, ഖൈനി എന്ന് പറയും, അത് ഈ നമ്മുടെ ഈ ചുണ്ടിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ വയ്ക്കുന്നതാണ്. അങ്ങനെയുള്ളവർക്ക് ആ ഭാഗത്തായിരിക്കും ക്യാൻസർ വരുന്നതിന് സാധ്യത കൂടുതലായിട്ടുള്ളത്. ഇങ്ങനെ എവിടെ വേണമെങ്കിലും, വായിക്കാത്ത എവിടെ വേണമെങ്കിലും ക്യാൻസർ വരാം. ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളായിരിക്കും അതിൻ്റെ തുടക്കത്തിൽ കാണുന്നത്. മാറാതെ നിൽക്കുന്ന ഒരു വ്രണമോ അല്ലെങ്കിൽ മാറാതെ നിൽക്കുന്ന, ഇളക്കി മാറ്റാൻ പറ്റാത്ത രീതിയിലുള്ള വെള്ളപ്പാടയോ, ഇതൊക്കെ ആയിരിക്കും തുടക്കത്തിലുള്ള ലക്ഷണങ്ങൾ.
ഈ ലക്ഷണങ്ങൾ നമ്മൾ അവഗണിക്കുകയാണെങ്കിൽ അത് പലതും കാലക്രമേണ ക്യാൻസറായി മാറുന്നതിന് സാധ്യതയുണ്ട്. എല്ലാ വെള്ളപ്പാടുകളും ഒരിക്കലും ക്യാൻസറായി മാറില്ല. അത് വീണ്ടും എടുത്ത് പറയുകയാണ്. അങ്ങനെ വായിലൊരു വെള്ളപ്പാടയോ ഒരു വ്രണമോ കണ്ടെന്ന് പറഞ്ഞ് ഉടനെ പരിഭ്രാന്തരാവേണ്ട കാര്യമില്ല. പക്ഷേ തീർച്ചയായിട്ടും അത് ഒരു ഡോക്ടറെ കാണിച്ച് പരിശോധിച്ചിരിക്കണം. അത് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. ഡോക്ടർ, നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. വടകരയിൽ നിന്ന് ഷാജുവാണ്. ഷാജു, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഷാജു പറഞ്ഞോളൂ. എനിക്ക് പിന്നെ വായിന്റെ സൈഡില് ഒരു തനിയൊരു വേദന വന്നിട്ട് അവിടെയുള്ള പല്ല് താനെ കൊഴിഞ്ഞു പോകുന്നു. അതിന്റെ സൈഡിലായിട്ട് 2 ഭാഗത്തായിട്ട് ചെറിയൊരു ഉണില് മാതിരി വായിന്റെ കവിളിലായിട്ട് അതും ഇങ്ങനെ രൂപപ്പെട്ടിട്ടുണ്ട്. വേദനയൊന്നുമില്ല. അതെന്തായിരിക്കും സാർ എന്നുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. വായിലെ കവിൾ എങ്ങനെയാണ് കാണുന്നത്? കുമിള പോലെ എങ്ങനെയാണ് കാണുന്നത്? കുമിള പോലെ. സാധാരണ ക്യാൻസർ അങ്ങനെയല്ല. അതിൻ്റെ പ്രസന്റേഷൻ ഒരു വ്രണം പോലെയാണ്. എന്തായാലും ഡോക്ടറെ കാണിച്ചൊന്ന് പരിശോധിക്കണം. പല്ല് താനെ കൊഴിഞ്ഞു പോവുകയാണോ? മോണപ്പഴുപ്പായിട്ട് കൊഴിഞ്ഞു പോവുകയാണോ? താനെ ഒന്ന് കൊഴിഞ്ഞു പോയി. അവിടെ ഒരു വീക്കം വന്നിരുന്നു, അത് താനെ കൊഴിഞ്ഞു പോയി. കേടൊന്നുമില്ലായിരുന്നു പല്ല്. മറ്റ് അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഡയബറ്റീസോ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ? ഇല്ല സാർ. ഇല്ല. ഇത് പല്ല് സാധാരണ കൊഴിഞ്ഞു പോകണമെങ്കിൽ അത് മോണരോഗത്തിൻ്റെ ഭാഗമായിട്ടാണ് സാധാരണ തന്നെ കൊഴിഞ്ഞു പോകുന്നത്. അപ്പോൾ അതൊന്ന് പരിശോധിച്ചാലേ പറയാൻ പറ്റൂ. ക്യാൻസറുമായിട്ട് യാതൊരു ബന്ധവും എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ കവിളിലൊരു കുമിള പോലെ ഉണ്ടെന്ന് പറയുന്നത് അതൊന്ന് പരിശോധിക്കണം. സാധാരണ മാറാൻ നിൽക്കുന്ന ഒരു വ്രണമാണ് ക്യാൻസർ. നിങ്ങൾ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ എന്തായാലും ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഒരു ഡോക്ടറെ കാണിച്ച്, ദന്ത ഡോക്ടറെ കാണിച്ച് പരിശോധിക്കുക. വടകര എന്ന് പറയുമ്പോൾ അതിനടുത്ത് തന്നെയുള്ള മെഡിക്കൽ കോളേജിലായിരിക്കും കൂടുതൽ, ദന്തൽ കോളേജിലായിരിക്കും കൂടുതൽ ഇതിനുള്ള സംവിധാനം ഉള്ളത്. പിന്നെ വായ്നാറ്റമുണ്ട്. വായ്നാറ്റം നമുക്ക് പലതരത്തിലുള്ള പല്ല് ക്ലീൻ ചെയ്യുക, അതോടൊപ്പം തന്നെ എന്നിട്ട് മാറുന്നില്ലെങ്കിൽ പലതരത്തിലുള്ള മൗത്ത് വാഷ് ഉണ്ട്. പല്ല് തേക്കുന്നതോടൊപ്പം നാക്കിൻ്റെ ഉപരിതലം കൂടെ ചെറുതായിട്ട് ടങ് ക്ലീനറോ മറ്റ് കൂർത്ത സാധനങ്ങളോ ഉപയോഗിക്കരുത്. ബ്രഷ് കൊണ്ട് തന്നെ വളരെ ചെറുതായിട്ട് നാക്കും കൂടെ ക്ലീൻ ചെയ്യുക. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് വായ്നാറ്റം വലിയൊരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും. അപ്പോൾ വായ്നാറ്റം ഈ മോണപ്പഴുപ്പുമായിട്ടും ബന്ധമുണ്ട്. അപ്പോൾ മിക്കവാറും മോണപ്പഴുപ്പായിരിക്കാം ഈ പല്ലുകൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നതിന് കാരണം. എന്തായാലും ഡോക്ടറെ കാണിച്ചത് പരിശോധിക്കുക. ക്യാൻസർ ആണോ എന്നുള്ള പേടി വേണ്ട. പക്ഷേ ഉടനെ തന്നെ ഡോക്ടറെ കാണിച്ചത് പരിശോധിച്ചിരിക്കണം. ഡോക്ടർ, പല്ല് രോഗങ്ങൾ ക്യാൻസറായി മാറാനുള്ള സാധ്യതയുണ്ടോ? പല്ല് രോഗങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ പല്ലിൽ പോട് വരുന്നത് സാധാരണ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന രോഗം എന്ന് പറഞ്ഞാൽ പല്ലിൽ പോടുണ്ടാകുന്നതാണ്. അപ്പോൾ പല്ലിൽ പോട് നേരിട്ട് ക്യാൻസറുമായിട്ട് ബന്ധമില്ല. പക്ഷേ ഈ പോട് വന്ന് കൂടുതൽ വ്യാപിച്ച് പല്ല് പൊടിഞ്ഞു എന്ന് വിചാരിക്കുക. പല്ല് പൊടിയുകയോ അല്ലെങ്കിൽ പല്ല് പൊട്ടുകയോ ചെയ്ത് പല്ലിൻ്റെ ഉണ്ടാകുന്ന കൂർത്ത അറ്റം ഇത് കവിളിൽ അല്ലെങ്കിൽ നാക്കിൽ ഇങ്ങനെ ഉരഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞു, സ്ഥിരമായിട്ട് ഒരേ സ്ഥലം തന്നെ ഇങ്ങനെ ഉരഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു മുറിവുണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ഒരു വ്രണം, ഒരു അൾസർ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അങ്ങനെ ഒരു വ്രണം, ട്രോമാറ്റിക് അൾസർ എന്ന് പറയുന്നത്, അതങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ കാലക്രമേണ അത് ക്യാൻസറായി മാറുന്നതിന് സാധ്യതയുണ്ട്. അങ്ങനെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു പല്ല് കൊണ്ട് മുറിഞ്ഞ് നാക്കോ, നമ്മൾ ആഹാരം കഴിക്കുമ്പോഴൊക്കെ നാക്ക് മുറിയാറുണ്ട്, കവിള് മുറിയാറുണ്ട്, അതൊന്നുമല്ല ക്യാൻസറാകുന്നത്. ഒരേ സ്ഥലം തന്നെ ഇങ്ങനെ ഉരഞ്ഞ് ഇത് പല്ല് മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ വയ്ക്കുന്ന കൃത്രിമ പല്ലിൻ്റെയും അതിൽ ചിലപ്പോൾ കമ്പി ക്ലാസ്പ് ഇങ്ങനെ കാണും, അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള എഡ്ജ് കാണും. ഇതൊക്കെ തട്ടി ഇങ്ങനെ ഒരേ സ്ഥലം തന്നെ ഇങ്ങനെ മുറിയുന്നത് ഇങ്ങനെ ഉണ്ടാകുന്ന വ്രണം ക്യാൻസറായി മാറുന്നതിന് സാധ്യതയുണ്ട്. പൊതുവേ ക്യാൻസർ നമ്മൾ ഒരു നെഗ്ലക്റ്റഡ് മൗത്ത്, അതായത് ശരിയായ രീതിയിലുള്ള ആരോഗ്യ പരിപാലനം നടത്താതെ ഒരു അവഗണിക്കപ്പെട്ട വായിലാണ് അങ്ങനെയുള്ളവരിലാണ് കൂടുതലായിട്ട് വായിലെ ക്യാൻസർ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ കുറ്റിപ്പല്ലുകളും മറ്റും ഒരു തരത്തിൽ പറഞ്ഞാൽ ക്യാൻസറിന് കാരണമാകാം. ഡോക്ടർ, ഓറൽ ക്യാൻസർ എത്രത്തോളം അപകടകരമാണ്? മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നത് അത് എപ്പോഴാണ്? എല്ലാ ക്യാൻസറും പോലെ വായിലെ ക്യാൻസറും തീർച്ചയായിട്ടും അപകടകരം തന്നെയാണ്. ഇപ്പോൾ ക്യാൻസറിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അതിൻ്റെ ഏറ്റവും വലിയൊരു അപകടകരമായ ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത്, ഒരു ഭാഗത്തുണ്ടാകുന്ന ക്യാൻസർ ആ ഭാഗത്തേക്ക് ഇങ്ങനെ അതിനുപരിയായിട്ട് അത് മറ്റൊരു ഭാഗത്തേക്ക് രക്തത്തിലൂടെയോ അല്ലെങ്കിൽ ലിംഫിലൂടെ, അതായത് നമ്മുടെ ലസിക വ്യൂഹത്തിലൂടെയോ മറ്റ് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാം. നമ്മൾ മെറ്റാസ്റ്റേസിസ് എന്ന് പറയും. ഒരു ഭാഗത്തുണ്ടാകുന്ന ക്യാൻസർ ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ വളരെ വിദൂരമായ ശരീരഭാഗത്തിലേക്ക് വ്യാപിക്കുക. അതുപോലെ അങ്ങനെ ക്യാൻസർ വ്യാപിക്കുന്നതിൽ ഓറൽ ക്യാൻസറും തീർച്ചയായിട്ടും മറ്റ് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ട്. പൊതുവേ എന്നാലും മറ്റ് ക്യാൻസർ പോലെ അത്ര പെട്ടെന്ന് ഓറൽ ക്യാൻസർ വ്യാപിക്കണം എന്നില്ല. വായിലെ ക്യാൻസറിൻ്റെ അതിൻ്റെ ചികിത്സ സംബന്ധിച്ച്, അതിൻ്റെ ചികിത്സയെപ്പറ്റി പറയാനുള്ള ഒരു പ്രധാന ഒരു ബുദ്ധിമുട്ട് അതിൻ്റെ ലോക്കോ റീജിയണൽ കൺട്രോൾ, ആ ഭാഗത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. ആ ഭാഗത്തുണ്ടാകുന്ന, അതായത് നമ്മൾ സർജറി കഴിഞ്ഞ് ഒരു ഭാഗത്തുണ്ടാകുന്ന ക്യാൻസർ നമ്മൾ എടുത്ത് മാറ്റിയാലും വീണ്ടും മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാനും തുടർച്ച് അസ്ഥിയിലേക്ക് വ്യാപിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്നാലും മറ്റ് ക്യാൻസറുകൾ പോലെ തന്നെ തീർച്ചയായും ഇത് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നതിന് വളരെയധികം സാധ്യതയുള്ളതാണ്. അതാണ് കൂടുതൽ അപകടകരമായിട്ടുള്ള സ്ഥിതിവിശേഷം. നമ്മൾ ആ ഭാഗത്തുള്ള ക്യാൻസർ ഒരുപക്ഷെ ചികിത്സിച്ച് ഭേദമാക്കി കഴിഞ്ഞാലും രക്തത്തിലൂടെ ഇത് മറ്റ് സ്ഥലങ്ങളിലേക്ക് ലിവറിലേക്കോ അല്ലെങ്കിൽ മറ്റ് ബ്രെയിനിലേക്കോ മറ്റൊക്കെ വ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള അതിൻ്റെ നിയന്ത്രണം അത്ര എളുപ്പമായിരിക്കില്ല.
ശരി ഡോക്ടർ, നമ്മുടെ കൂടെ ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. കരുനാഗപ്പള്ളിയിൽ നിന്ന് ഫാത്തിമയാണ്. ഫാത്തിമ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഹലോ, ചോദിച്ചോളൂ. ഹലോ, നമസ്കാരം ഡോക്ടർ. ഞാൻ കരുനാഗപ്പള്ളിയിൽ നിന്നാണ് ഫാത്തിമ. എനിക്ക് രാത്രിയിൽ ഉറങ്ങുമ്പോൾ എൻ്റെ പല്ലിന് കോച്ചിലുണ്ടാകുന്നുണ്ട്, പല്ല് കടിച്ചു പിടിക്കുന്നു. അത് കിടന്ന പകലായാലും ഒന്ന് കിടക്കുമ്പോൾ നമുക്ക് അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതിനെന്താണ് പ്രതിവിധി? ഫാത്തിമ, ഇത് പലർക്കും ഉള്ള അസുഖം തന്നെയാണ്. അസുഖമല്ല, അതൊരു കണ്ടീഷനാണ്. നമ്മൾ ബ്രക്സിസം എന്ന് പറയും. അത് നമ്മൾ അറിയാതെ ഇങ്ങനെ പല്ലുകളിങ്ങനെ എറുമുക. അത് ചിലപ്പോൾ മിക്കവാറും രാത്രി ഉറങ്ങുന്ന സമയത്തായിരിക്കും. അതുകൊണ്ട് സംഭവിക്കുന്നത് പല്ല് തേയുക, അമിതമായി പല്ലുകൾ തേയുക, പുളിപ്പ് വരിക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിന് സാധാരണഗതിയിൽ സംഭവിക്കുന്നത്. ക്യാൻസറുമായിട്ട് അതിന് വരുമെന്നുള്ള പേടി വേണ്ട. പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല്ലുകൾ ഇങ്ങനെ ഉരഞ്ഞുരഞ്ഞ് തേഞ്ഞു കഴിഞ്ഞാൽ അത് പുളിപ്പ് വരാനും പിന്നീട് ഒരുപാട് കഴിയുമ്പോൾ അമിതമായിട്ട് അങ്ങനെ തേയുകയാണെങ്കിൽ പിന്നെ വേദന വരാനൊക്കെ സാധ്യതയുണ്ട്. ഇതിന് നമുക്ക് സ്പ്ലിൻറ്റുകൾ ഹലോ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലവേദന തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിന് പലതരത്തിലുള്ള സ്പ്ലിൻറ്റുകളെന്ന് നമുക്ക് ഉപയോഗിക്കാം. താങ്കൾ ഒരു വിദഗ്ധനായ ദന്ത ഡോക്ടറെ കഴിയുമെങ്കിൽ ഒരു ദന്തൽ കോളേജിൽ, കരുനാഗപ്പള്ളി എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം വരാമല്ലോ, തിരുവനന്തപുരം ദന്തൽ കോളേജിൽ പല്ല് വയ്ക്കുന്ന വിഭാഗമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ദന്തൽ കോളേജിൽ കാണിക്കുകയാണെങ്കിൽ എന്താണെന്നുള്ള പരിശോധിച്ചതിന് ശേഷം ഇതിനുള്ള സ്പ്ലിൻറ്റുകളോ അങ്ങനെയുള്ള ചികിത്സ ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ അത് നമുക്കിന്ന് ലഭ്യമാണ്. ഇത് ക്യാൻസർ ആവുമോ എന്നുള്ളൊരു പേടി നമുക്ക് വേണ്ട. കവിളിലും മറ്റും ഹലോ, അല്ല ഡോക്ടറെ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണോ? അതെ, മെഡിക്കൽ കോളേജ് ദന്തൽ കോളേജ് ഉണ്ട്. തിരുവനന്തപുരത്താണെങ്കിൽ തിരുവനന്തപുരം ഗവൺമെന്റ് ദന്തൽ കോളേജിലാണെങ്കിൽ അവിടെ എല്ലാ വിഭാഗങ്ങളും ഉണ്ട്. എവിടെ വേണമെങ്കിലും കാണിക്കാം. ദന്തൽ കോളേജ് ആകുമ്പോൾ എല്ലാ വിഭാഗങ്ങളും അവിടെ ലഭ്യമാണ്. അവിടെ ഈ പറഞ്ഞ പോലെ പല്ലുകൾ എങ്ങനെ തേഞ്ഞിട്ടുണ്ടെന്ന് നോക്കിയിട്ട് അതിനുള്ള ഈ നമ്മൾ കൃത്രിമ പല്ല് പോലെ വായ്ക്കുള്ളിൽ വയ്ക്കുന്ന ചില സ്പ്ലിൻറ്റുകളുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള പല്ലുകൾ ഇങ്ങനെ ഇറുമ്പുന്നത് ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. അത് പരിശോധിക്കണം. അത് മാത്രമല്ല ജോയിൻറ്റിനും മറ്റുമൊക്കെ എന്തെങ്കിലും തേയ്മാനം ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കണം. ഇത് ക്യാൻസറുമായിട്ട് ഇതിന് ബന്ധമില്ല. ശരി ഡോക്ടർ, പ്രേക്ഷകർക്ക് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ഗണേശനാണ്, പൊന്നാനിയിൽ നിന്ന്. ഗണേശൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ ഗണേശൻ, പറഞ്ഞോളൂ. ഞാൻ ഈ വായ്പുണ്ണ് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഓക്കെ സാർ, വായ്പുണ്ണ് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അതിന് ഡോക്ടറെ കാണിക്കും, മരുന്ന് കഴിക്കും, സാവധാനം മാറുകയുള്ളൂ. വായ്പുണ്ണ് എന്ന മോണയ്ക്ക് മുകളിൽ മുറികൾ വരാം. ഒരു ദിവസം ഇപ്പൊ നമുക്ക് ഒരു മുറിവ് ഒന്നുമില്ല അത് ഇരിക്കുമ്പോൾ നേരം വലിച്ചാകുമ്പോൾ പെട്ടെന്ന് കാണാം മോണയിലൊരു മുറി, നാക്കിലൊരു മുറി, ചുണ്ടിലൊരു മുറി, അങ്ങനെ ഓരോന്നായിട്ട് ഒരു വ്രണമായിട്ട് മാറുന്നു. ചിലപ്പോൾ തൊണ്ടയിലേക്കും അത് ബാധിക്കാറുണ്ട്. അപ്പോൾ ഡോക്ടറെ കാണിക്കും, അതിന്റെ മരുന്ന് കഴിക്കും. ചിലപ്പോൾ ഫാസ്റ്റ് റിലീഫ് കിട്ടാറില്ല. ഈ കോംപ്ലക്സ് ഗുളിയൊക്കെയാണ് ഡോക്ടർമാർ തരുന്നത്. ഗവൺമെന്റ് ആശുപത്രിയിലാണ് ഞാൻ കൂടുതൽ കാണിക്കാറ്. അപ്പൊ അത് മാനസികമായിട്ടൊരു വലിയ ഒരു പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. സ്ഥിരം ഇത് നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ടും പിന്നെ ഇതിനൊരു ഭേദമില്ലാത്തത് മാനസികമായ ഒരു വലിയ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഡോക്ടറോട് ചോദിക്കാറുള്ളത്, ഈ സാധാരണ ഗതിയിൽ ഒരു ക്യാൻസറിന് സാധാരണക്കാരിൽ ഇപ്പൊ എന്റെ ഒരു കാര്യം മാത്രമായിരിക്കില്ല, എനിക്ക് പലരിലും എന്റെ ചർച്ച ചെയ്യുമ്പോൾ പറയാറുണ്ട്, ക്യാൻസർ വരാതിരിക്കാൻ വരുന്നത് മുൻകൂട്ടി അറിയാൻ നമ്മുടെ നാട്ടിലെ ഏത് ടെസ്റ്റാണ് എവിടെയാണ് ചെയ്യേണ്ടത്? പറയാം, കേട്ടോളൂ ഗണേശൻ ശ്രദ്ധിച്ചോളൂ. ആദ്യമായിട്ട് പറയാനുള്ളത്, ഈ വായ്പുണ്ണ് എന്ന് പറയുന്നത് ഒരിക്കലും ക്യാൻസറുമായിട്ട് ബന്ധമില്ല. ക്യാൻസർ ആകുമോ എന്നുള്ള പേടി വേണ്ട. വായ്പുണ്ണ് പലയിടത്തും വന്ന് പോകുന്ന പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ വന്ന് പോകുന്ന വ്രണങ്ങൾ, അത് വായ്പുണ്ണല്ല, മറ്റെന്ത് തരത്തിലുള്ള പുണ്ണുകളായാലും ഒരു ഭാഗത്ത് വരും, പിന്നെ അത് മാറി വേറൊരിടത്ത് വരും. ഇങ്ങനെ മാറി വരുന്ന വ്രണങ്ങൾ ഒരിക്കലും ക്യാൻസർ ആകില്ല. അത് ക്യാൻസറുമായിട്ട് യാതൊരു ബന്ധമില്ല. അതൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരു അസുഖമല്ല. ഇതിങ്ങനെ വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാരണങ്ങളുണ്ട്. വൈറ്റമിൻ്റെ കുറവൊക്കെ ഒരു ചെറിയൊരു കാരണം മാത്രമാണ്. വൈറ്റമിൻ ബി ആണ് സാധാരണ കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ചെറിയൊരു കാരണങ്ങൾ മാത്രമാണ്. അത് മാത്രമല്ല, വേറെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഓട്ടോ ഇമ്മ്യൂൺ, നമ്മുടെ തന്നെ ഇമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് വരാം. ഇനി മറ്റ് പ്രശ്നങ്ങൾ, അതായത് നമ്മുടെ കുടലിലും മറ്റുമൊക്കെ ഉള്ള വ്രണങ്ങളും മറ്റും ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് വായ്പുണ്ണ് വരാം. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം വളരെ അധികം താങ്കൾ നിരന്തരമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വിദഗ്ധനെ കാണിച്ച് മറ്റ് പല സ്പെഷ്യാലിറ്റികളുള്ള ഒരു സ്ഥലത്ത് കാണിക്കുന്നതായിരിക്കും നല്ലത്. സാധാരണ ഒരു ഡോക്ടറെ അടുത്ത് പോയി പിന്നെ കുറച്ച് കഴിഞ്ഞ് വേറൊരാളടുത്ത് പോയി അങ്ങനെ പോകുന്നതിന് പകരം എല്ലാ സ്പെഷ്യാലിറ്റികളുള്ള മെഡിക്കൽ കോളേജ് പോലെ ഉള്ള ഒരു സ്ഥലത്ത് കാണിക്കുന്നതായിരിക്കും നല്ലത്. ഒരു കാരണവശാലും ഇത് ക്യാൻസറായി മാറുമോ എന്നുള്ള പേടിയും വേണ്ട. പിന്നെ നമുക്ക് പെട്ടെന്നൊരു ടെസ്റ്റ് നടത്തി നമുക്ക് ക്യാൻസറാണോ അല്ലേ എന്ന് പറയുന്നതിനുള്ള ഒരു സംവിധാനം നമുക്കില്ല. ക്യാൻസറിന് പല ബയോ മാർക്കേഴ്സ് ഉണ്ട്.
സംശയമുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് പല ഈ മാർക്കേഴ്സ് വഴി നമുക്ക് ക്യാൻസർ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും. പക്ഷേ ഒരു രക്തപരിശോധന കൊണ്ട് ശരീരത്തിൻ്റെ എവിടെ വേണമെങ്കിലും ക്യാൻസർ ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് കണ്ടെത്തുന്നത് അത്ര എളുപ്പമല്ല. അത് അങ്ങനെയുള്ള എളുപ്പമുള്ള ഒരു പരിശോധന ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെയുണ്ട് പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ടായിരുന്നല്ലോ, എല്ലാം വളരെ എളുപ്പമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എന്തായാലും താങ്കളുടെ അസുഖം ഞാൻ പറഞ്ഞ പോലെ ഇത് ക്യാൻസർ ആവോ എന്നുള്ളൊരു പേടി വേണ്ട. പക്ഷേ ഇങ്ങനെ വളരെയധികം കഷ്ടപ്പെടുന്ന സ്ഥിതിക്ക് താങ്കൾ തീർച്ചയായിട്ടും ഒന്ന് ഈ ഒരു മെഡിക്കൽ കോളേജിൽ കാണിച്ച് ഒന്ന് പരിശോധിക്കുന്നതായിരിക്കും നല്ലത്. ഇത് ക്യാൻസർ അല്ല, അത് മാത്രമേ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ശരി ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, വായിലെ അർബുദ രോഗങ്ങൾ എത്രത്തോളം ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും? അതുപോലെ നൂതന ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ്? വായിലെ അർബുദം തുടക്കത്തിലാണെങ്കിൽ പൂർണ്ണമായും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും. വളരെ തുടക്കത്തിലാണ് അത് നമുക്ക് സർജറി ഉണ്ട്, നമുക്കത് ആ ഭാഗം നമുക്ക് മുറിച്ചെടുത്ത് മാറ്റാൻ കഴിയും. അതുപോലെ തന്നെ റേഡിയേഷൻ എന്ന് വളരെയധികം അഡ്വാൻസ്ഡ് ആണ്. പക്ഷേ ഇത് വളരെയധികം അഡ്വാൻസ് ആയിക്കഴിഞ്ഞാൽ സ്റ്റേജ് 1 നിന്ന് മാറി സ്റ്റേജ് 2 സ്റ്റേജ് 3 ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നീട് പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കുന്നതിന് ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ പ്രത്യേകിച്ചും അസ്ഥിയിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ തുടക്കത്തിലാണെങ്കിൽ ഞാൻ പറഞ്ഞ സർജറി റേഡിയേഷനും ഒരുപോലെ എഫക്റ്റീവാണ്. പക്ഷേ അങ്ങ് റേഡിയേഷൻ കൊടുക്കുന്നതിന് അസ്ഥിയിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് റേഡിയേഷൻ കൊടുത്ത് പൂർണ്ണമായും ചികിത്സിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ തുടക്കത്തിൽ എത്രയും നേരത്തെ തന്നെ ഇത് കണ്ടെത്തുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം. വായിലെ ക്യാൻസർ ആകുന്നതിന് മുമ്പ് തന്നെ നേരത്തെയുള്ള പൊട്ടൻഷ്യലി മാലിഗ്നൻ്റ് ലീഷൻസ്, അത് ക്യാൻസറായി മാറുന്നതിന് സാധ്യതയുള്ള അസുഖങ്ങളാണെങ്കിൽ ആ സ്റ്റേജ് വെച്ച് തന്നെ നമുക്കത് തടയാൻ കഴിയും. അപ്പോൾ ശരിയായ രീതിയിലുള്ള ഒരു വൈദ്യ പരിശോധന കൃത്യസമയത്ത് നടത്തുവാണെങ്കിൽ നമുക്കത് തടയാൻ കഴിയും, ക്യാൻസറായി മാറുന്നത് തന്നെ തടയാൻ കഴിയും. ഇനി ക്യാൻസറായി മാറിക്കഴിഞ്ഞാൽ തന്നെ അത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർജറി റേഡിയേഷനുണ്ട്. അസ്ഥിയിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് സർജറി ചെയ്ത് ആ അസ്ഥി ഉൾപ്പെടെയുള്ള ഭാഗം നമുക്ക് നീക്കേണ്ടി വരും. തീർച്ചയായും മുഖത്തിൻ്റെ സർജറി ആയതുകൊണ്ട് അതിന് മുഖത്തിന് അഭംഗിയും അതുപോലുള്ള കാര്യങ്ങളും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ അത് നമുക്കിന്ന് ഫ്ലാപ്പ് സർജറി അതായത് റീകൺസ്ട്രക്റ്റീവ് സർജറി, മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള ഒരു ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ നീക്കിക്കഴിഞ്ഞാൽ മറ്റൊരു ഭാഗത്തുനിന്ന് ഫ്ലാപ്പ് എടുത്ത് നമുക്ക് ഇങ്ങോട്ട് അഡ്വാൻസ് ചെയ്ത് വച്ച് ആ അഭംഗി വലിയൊരു പരിധിവരെ നമുക്ക് പരിഹരിക്കുന്നതിന് കഴിയും. റീകൺസ്ട്രക്റ്റീവ് സർജറി എന്ന് വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് സർജറിയും റേഡിയേഷൻ ആണെങ്കിൽ ഇന്ന് പണ്ട് റേഡിയേഷൻ കൊടുക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഉമിനീരിൻ്റെ അളവ് കുറയുക, വായിൽ പല്ലിൽ പൂളുണ്ടാകുക, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇന്ന് വലിയൊരു പരിധിവരെ നമുക്കതിനെ തടയാൻ കഴിയും. അത് അങ്ങനെ രീതിയിലല്ലാത്ത രീതിയിലുള്ള പ്രത്യേക രീതിയിലുള്ള റേഡിയേഷനൊക്കെ നമുക്കിന്ന് വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ ചികിത്സ വളരെ അഡ്വാൻസ്ഡ് ആണ്. മിക്കവാറും 3 കൂടെയുള്ള, അതായത് കീമോതെറാപ്പി, സർജറി, റേഡിയേഷൻ. ആദ്യം തന്നെ നമ്മൾ ചിലപ്പോൾ ചില സ്റ്റേജിൽ ആദ്യമേ വളരെ വലിയ ട്യൂമർ ആണെങ്കിൽ ആദ്യമേ തന്നെ കീമോ കൊടുക്കാം, ഡീബൾക്ക് ചെയ്യാൻ വേണ്ടി, അതിൻ്റെ സൈസ് കുറയ്ക്കാൻ വേണ്ടി. സർജറി അതുപോലെ തന്നെ റേഡിയേഷൻ, ഇത് 3 കൂടെയുള്ള ഒരു സംയുക്ത ചികിത്സയാണ് സാധാരണ നമ്മളിന്ന് കൊടുക്കുന്നത്. ശരി ഡോക്ടർ, വ്യക്തമാണ്. വായിലെ ക്യാൻസറിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഹലോ ഡോക്ടർ എന്ന് സംസാരിച്ചത്. ഓറൽ ക്യാൻസറിന്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ചികിത്സാ മാർഗങ്ങൾ ഇവയെ സംബന്ധിച്ചുള്ള സംശയങ്ങളാണ് ഡോക്ടർ ഇപ്പോൾ വ്യക്തമാക്കിയത്. നമുക്കൊപ്പം ചേർന്നത് തിരുവനന്തപുരം പേരൂർക്കട ഡിസ്ട്രിക്ട് മോഡൽ ഹോസ്പിറ്റലിലെ ഡെന്റൽ സർജൻ ഡോക്ടർ സി വേണുഗോപാലാണ്. ഡോക്ടർ നന്ദി. നമസ്കാരം. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമസ്കാരം.